ഹലോ എവരിബഡി. നമുക്ക് മലയാളത്തിലെ കഴിഞ്ഞ 15-16 കൊല്ലത്തിലെ ബെസ്റ്റ് ലിറ്റററി വർക്ക്സിനെ കുറിച്ചുള്ള നമ്മുടെ കോൺവെർസേഷനാണ്. നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ KR മീരയെക്കുറിച്ചും ഇന്ദുഗോപിനെക്കുറിച്ചും പിന്നെ ബെന്യാമിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. ബാക്കിയുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് TD രാമകൃഷ്ണനിൽ നിന്ന് തുടങ്ങിയാലോ? യെസ്, ഇട്ടിക്കോര. ആയിക്കോട്ടെ. അപ്പം ഇട്ടിക്കോര ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫേവറേറ്റ് ബുക്കാണ്. പക്ഷെ പൂർണ്ണമായിട്ട് വായിച്ചു തീർക്കാത്തൊരു പുസ്തകമാണ് ഇട്ടിക്കോര. പൂർണ്ണമായിട്ടെന്ന് വെച്ചാൽ ഒരു പരിധി ആയി കഴിഞ്ഞപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. അപ്പൊ എല്ലാരും ഒരു പ്രോബ്ലം പറയുന്നത് ഇട്ടിക്കോര മാത്രമല്ല, TD രാമകൃഷ്ണന്റെ ബാക്കി ബുക്സിനെ കുറിച്ചൊക്കെ പറയുന്നത് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇൻഫോ ഡംപ് ഉണ്ട്. ചില ചാപ്റ്റേഴ്സ് ഒക്കെ ബേസിക്കലി വിക്കിപീഡിയ ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് ഈ ഒരുപാട് ആവശ്യത്തിലധികം ഇൻഫർമേഷൻ, നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല നോവൽ വായിക്കുമ്പോൾ. കോണ്ടെക്സ്റ്റ് പോലും പ്രൊവൈഡ് ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ കുറെ ഇൻഫോ ഡംപ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ മാറ്റി വെക്കുമ്പോഴും ഇട്ടിക്കോര എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് റിവീൽ ചെയ്യാണ്. ഒന്ന്, ഇതിന്റെ ഈ മിസ്റ്ററി റിവീൽ ചെയ്യുന്നൊരു രീതി, ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള റിസർച്ച്, മിത്തും സത്യം കൂടെ മിക്സ് ചെയ്ത് ഇറക്കി, പിന്നെ പുള്ളിയുടെ ഭാവനയും കൂടെ മിക്സ് ചെയ്ത് ഇറക്കിയ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അത് ഒരു പെർഫെക്റ്റ് ഒരു മിക്സിംഗ് ആയിട്ട് ഞാൻ പറയും. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു കൺഫെഷൻ ഒരു ലെറ്റർ ആണ്. ഒരു ഇറാഖി സോൾജർ, ഒരു മലയാളി ഒറിജിനുള്ള ഇറാഖി സോൾജർ, അമേരിക്കൻ സോൾജർ ഡിപ്ലോയിഡ് ഇൻ ഇറാഖ്, അമേരിക്കൻ സോൾജർ. പുള്ളി ഒരു ഇമെയിൽ അയക്കുന്നതാണ് കൊച്ചിനിലെ ഒരു ബ്രോത്തൽ എന്ന് പറയുമ്പോൾ അതൊരു BDSM തീം, അങ്ങനെ ആ രീതിയിൽ പോകുന്ന, ഇറ്റ്സ് നോട്ട് എ യൂഷ്വൽ ബ്രോത്തൽ. ആൻഡ് ഹി ഹാസ് സം ട്രോമ. ആൻഡ് പുള്ളിയുടെ ട്രോമ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഹീസ് എ റേപ്പിസ്റ്റ്. അത് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, പക്ഷെ അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇറ്റ്സ് എ വെരി വെരി അൺയൂഷ്വൽ സെറ്റിംഗ്. കാരണം നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയും ക്യാരക്ടേഴ്സും ഒന്നും അല്ല. ബട്ട് ദ സെൻട്രൽ ക്യാരക്ടർ ഇട്ടിക്കോരയെ കൊണ്ടുവരുമ്പോഴാണ് the whole mood of that novel changes. ഇപ്പൊ ഇട്ടിക്കോര എന്ന് പറയുന്നത് പുസ്തകത്തിനകത്ത് ഒരു ചരിത്ര പുരുഷനാണ്. സാധാ ചരിത്ര പുരുഷനല്ല. ഹി ഹാസ് സോ മെനി ഫേസസ്. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, യൂറോപ്പിലൊക്കെ പോയിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ്, ഒരു മാത്തമാറ്റീഷ്യനാണ്, above all he's a cult leader. ഈ ഒരു ക്യാരക്ടർ ഓൾമോസ്റ്റ് ഷ്രൗഡഡ് ഇൻ മിസ്റ്ററി, ഇറ്റ്സ് ഓൾമോസ്റ്റ് ബറീഡ് ഇൻ ഹിസ്റ്ററി, അങ്ങനെ പറയാം. ഇദ്ദേഹത്തിനെ ചെകഞ്ഞെടുക്കുകയാണ് ഒരു ജേർണലിസ്റ്റ്. ഈ ചെകഞ്ഞെടുപ്പാണ് രസം. പല പല സോഴ്സിൽ നിന്നും ഒക്കെ അത് എടുക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ അതിൽ ഒരു രംഗമുണ്ട്, ഈ കൾട്ട് മൂടി വെച്ചൊരു പുസ്തകമുണ്ട്. ഇതുപോലെ മാസ് പബ്ലിക്കേഷനായിട്ട് ഇറക്കാൻ ഉദ്ദേശിച്ചാണ്. പക്ഷേ ഇത് ബുക്ക് ഇറക്കിയ ഉടനെ തന്നെ ഈ കൾട്ടിലെ ആൾക്കാർ വന്നിട്ട് ഇതങ്ങ് കത്തിച്ച് കളയും. അപ്പൊ അതിന്റെ ഒരു സർവൈവിങ് കോപ്പി എന്ന് വെച്ചാൽ പബ്ലിഷറിന്റെ വീട്ടിലെങ്ങാണ്ട് പ്രൂഫ് റീഡിങ്ങിനോ എന്തോ വെച്ചിരുന്ന ഒരു കോപ്പി മാത്രമാണ്. അത് മാത്രമാണ് കിട്ടുന്നത്. അതും ജേർണലിസ്റ്റിനെ കിട്ടുമ്പോൾ ഇതിന്റെ ആദ്യ അവസാനം ഒന്നുമില്ല, ചില പേപ്പേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ അതിൽ നിന്ന് തന്നെ ഹി ഡിറൈവ്സ് എ പിക്ചർ. അങ്ങനെ കുറെ ടെക്നിക്കുകളുണ്ട്. അപ്പൊ ത്രൂ ഔട്ട് ഇറ്റ് സീംസ് ലൈക്ക് യുവർ എ ഡിറ്റക്റ്റീവ്. ഇതിൽ നിന്നൊക്കെ ചെകഞ്ഞെടുത്ത് നമ്മളൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും. ആൻഡ് ആ കാര്യത്തില് ഇത് ശരിക്ക് വിജയിച്ചു, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഇറ്റ്സ് അച്ചീവ്മെന്റ്. TD രാമകൃഷ്ണന്റെ ബാക്കി ബുക്സ് എനിക്ക് അത്ര ഇംപ്രസീവ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അതിനുശേഷം ആൽഫ വായിച്ചു. ആൽഫ ഈസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് ഞാൻ പറയുള്ളൂ. സോ മേ ബി ഹീസ് എ റിപ്പ് ഓഫ് എന്ന് പറയാം. നമ്മൾ കണ്ടിട്ടുള്ള തീമൊക്കെയാണ്.
യെസ്, ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. അബ്സല്യൂട്ട്ലി. അത് അത് അപ്പോ അത് കണ്ടു കഴിഞ്ഞപ്പോ മേ ബി ഹീസ് എ വൺ ബുക്ക് വണ്ടർ. ഓക്കെ, അതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഈവൻ ബോദർ ടു ചെക്ക് അതർ ബുക്സ് ഓഫ് ഹീസ് ബിക്കോസ് ബട്ട് ഇൻ ദിസ് വൺ ഞാൻ സുഗന്ധി വായിച്ചായിരുന്നു. യാ ബട്ട് ഗോ ഹെഡ് ഫിനിഷ് യുവർ തോട്ട്സ്. ഓക്കെ. സോ ഇൻ ദിസ് വൺ ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ന്യൂ ഇൻ എ സെൻസ്. ഇത് മലയാളത്തിൽ അങ്ങനെ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമില്ല. സോ ഐ വാസ് വെരി അപ്രീഷിയേറ്റീവ്. ഐ വാസ് വെരി ഹാപ്പി ഓൺ ഗെറ്റിംഗ് ദ ചാൻസ് ടു റീഡ് ഇറ്റ്. So it's there in my top 10 list. ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാണ്. ഇതിന്റെ ക്ലൈമാക്സ് മേ ബി അത്ര സാറ്റിസ്ഫാക്ടറി അല്ല, അത് അങ്ങനെ വരുള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നത്, ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ വായിക്കാനും പോകുന്നില്ല. ഐ നോ ഹൗ ഇറ്റ്സ് ഗോണ ബി. സോ ഫസ്റ്റിന്റെ ഓറ പോകാൻ ചാൻസ് ഉള്ളതാണ് സെക്കൻഡ്, അതുകൊണ്ട് അത് ഞാൻ വായിക്കില്ല. എന്റെ ഫ്രണ്ട് ഈ ക്ലൈമാക്സ് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. കാരണം ക്ലൈമാക്സ് ഒരു കവറപ്പ് ആയിരുന്നല്ലോ. ആ. കാരണം അതുകൊണ്ട് അത് ഡിസേർവ് ചെയ്യുന്നുള്ളൂ. മീൻസ് മഞ്ഞവെയിൽ മരണങ്ങളിലേക്കാളും എനിക്ക് മഞ്ഞവെയിൽ മരണങ്ങളുടെ അത്രയൊന്നും സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ലെങ്കിലും അതേ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഇവിടെ എത്തിച്ചേരുമ്പോഴേ അറിയാം. ഇറ്റ്സ് എ ഡേഞ്ചറസ് കൾട്ട്. ഒരു ഡേഞ്ചറസ് പ്ലേസിൽ അവർ എത്തി. ഇനി എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് വി നോ ഓൾമോസ്റ്റ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ആൻഡ് കവറപ്പ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ദേ ആക്ച്വലി പുട്ട് എ ബ്ലെയിം ബാക്ക് ഓൺ. മീൻസ് ദേ ട്രൈ ടു ഡൈവേർജ് ഇറ്റ്. ഐ മീൻ ഹൂഎവർ ഇസ് ദെയർ, they are so powerful, they try to divert it. അത് it's not a- അല്ല, see, basically പവറാ അത് കാണിക്കുന്നത്. it is going to say that nothing will change. ഇനി That is attempts why to that change ending was is futile. satisfying for me. അതും ഒരു കൺക്ലൂഷൻ ആണ്. സത്യം. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത്. ലൈക്ക് കാനിബലിസം, പിന്നെ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. മേ ബി ഐ ഡോണ്ട് നോ വെദർ. ഞാൻ വായിച്ചിട്ട് കുറേ ആയതുകൊണ്ട് എനിക്കിപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇൻഫോ ഡംസിന്റെ കാര്യം, കോക്കോഡീമർ ഒക്കെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടിട്ടത്? കോക്കോഡീമറിന് മറ്റൊരു ഇതുണ്ടായിരുന്നില്ലേ, എട്ടത്തേങ്ങ ഓർമ്മയുണ്ടോ? എട്ടത്തേങ്ങ. ഇരട്ടത്തേങ്ങ. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ നോ, ഞാൻ എൻ്റെ അടുത്ത് ബെസ്റ്റ് 10 ബുക്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനകത്ത് എവിടെയെങ്കിലും കാണും, ഫ്രാൻസിസ് ടിക്കോരെ കാണും. കാരണം മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ലേഖ പറഞ്ഞതുപോലെ ആദ്യമാണ്. അതുകൊണ്ടാണ് ലേഖ ഇതിനു മുമ്പ് ഒരു ഡിസ്കഷനിൽ അത് പറഞ്ഞിരുന്നു. അപ്പോൾ It has parts that provide the reader such an elevation that everything else can be forgiven. Absolutely. പല പുസ്തകങ്ങളും നമ്മൾ ഓർത്തെടുക്കുമ്പം നമ്മൾ വായിച്ച എൻവയോൺമെന്റ് നമുക്ക് ഓർമ്മ വരും. ഇപ്പൊ ഇത് ഞാൻ വായിക്കുന്നത് 2018-ലോ 19-ലോ ഒറ്റയാണ്. എനിക്ക് ഓർമ്മ, ഞാൻ നാട്ടിലിരുന്നപ്പോ വായിച്ചതാണ്. ഒരു സന്ധ്യക്കാണ് ഞാൻ ഇരുന്ന് വായിക്കുന്നത്. എന്നിട്ട് ഞാൻ പലതും വായിച്ചിട്ട് മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ എഴുതും. നമ്മൾ ഇന്നേവരെ ഇത്രയും റോ അല്ലെങ്കിൽ ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള നോവൽസ് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അതും ഒരു പോപ്പുലർ ഫിക്ഷൻ ആയിട്ട് വന്നതാണ്. ഞാനിത് എനിക്കൊരു DC-യുടെ തന്നെ പണ്ട് ന്യൂക്ലിയസ് മോളിൽ മരട്ടിൽ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. ഇത് അവിടെ നിന്ന് എടുത്ത ബുക്കാണെന്നാണ് എന്റെ ഓർമ്മ. I was like, there was an element of ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്പൂക്കി എലിമെന്റോ അല്ലെങ്കിൽ ഒരു മിസ്റ്ററിയോ ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദവർ പാർട്സ് അനൂപ് പറഞ്ഞ മാതിരി സ്കിപ്പ് ചെയ്ത് കളയായിരുന്നു. എസ്പെഷ്യലി ഇയാളുടെ കുറച്ച് ഇമെയിലുകളുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ഇമെയിൽ എഴുതുന്നത് തോന്നും. അപ്പം ഒരു അമേരിക്കക്കാരൻ ഒരിക്കലും അതിനൊരു ഇമെയിൽ എഴുതില്ല. കുറെ കുത്തുകൾ. ഈ കുത്തുകൾ എനിക്ക് എന്താ ഓർമ്മ വന്നതെന്ന് അറിയാം. പണ്ട് നമ്മൾ ഈ കുറച്ച് വളരെ യങ് ആയിരുന്നപ്പോ എഴുതുമ്പോ കുറച്ച് കുത്തുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചിന്തിക്കാണല്ലോ അതിന്റെ കുത്തുകൾ. ഈ പരിപാടി നമുക്ക് ഇപ്പൊ ക്രിഞ്ചാണ്. അന്ന് നമ്മൾ എഴുതിയിരുന്ന കാലത്ത് നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് അന്ന് സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കതൊക്കെ വായിച്ചപ്പോ ചില ഭാഗങ്ങൾ വളരെ ബാലിഷ്യമായി തോന്നി. അങ്ങനെ ചില ഭാഗങ്ങൾ. പക്ഷെ ഈ പറഞ്ഞമാരെ കോരപ്പാപ്പം വരുന്ന ഭാഗങ്ങൾ വാസ് റിയലി റിയലി എക്സൈറ്റിംഗ്. That sold the book for me. ബാക്കി എന്തും പോയിക്കോട്ടെ, പക്ഷെ there were elements that അത് എലിപ്സിന്റെ
കഥ ഐ മീൻ ദർ വാസ് എ ഫേസ് വെൻ ഐ ഓൾസോ യൂസ് ടു ഓവർ യൂസ് ദ എലിപ്സിസ്. ഇപ്പം ഗ്രീനോഗറിന് വേണ്ടി എഴുതിക്കൊണ്ടിരുന്നപ്പോ എഡിറ്റർ ബിജോയാണ് എന്നെ വിളിച്ച് ചീത്ത വിളിച്ചത്. പുള്ളി പറഞ്ഞു ഈ എലിപ്സിസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു നമ്മള് ഇത് കഴിഞ്ഞ് കുറച്ചുണ്ട് എന്ന് ട്രെയിലിംഗ് ഓഫ് എന്നുള്ള രീതിയിലാണ് എലിപ്സിസ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ അതല്ല, നമ്മൾ ഒരു ബുക്കിന്റെ ഒരു എക്സെപ്റ്റ് കോട്ട് ചെയ്യുമ്പോൾ ഇതിന് മുമ്പും ഇതിന് ശേഷവും വേറെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എലിപ്സിസ് ഉപയോഗിക്കുന്നത് എന്നാണ് പുള്ളി എന്ന് പറഞ്ഞത്. അതിൽ പിന്നെ ഞാൻ എഴുതുന്ന ഒരു സാധനത്തിലും ഞാൻ എലിപ്സിസ് ഇട്ടിട്ടില്ല. ഓഫ് കോഴ്സ് ഞാൻ ആകെ ഉപയോഗിക്കുന്നത് അതായത് ഉത്തമ എന്ന് പറഞ്ഞിട്ട് അതായത് ഉത്തമ. ഞാൻ ഞാൻ കണ്ടമാനം യൂസ് ചെയ്ത ഉപയോഗിക്കാറുണ്ട് സാധനമാണ്. നല്ല പോലെ വാരിക്കോരി ഇടാറുണ്ട് അതിൽ. ഞാനും വാരിക്കോരി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. ഇതെടുത്ത് ഞാൻ മലയാളം എഴുത്തിൽ പിന്നെ എഴുതും കേട്ടോ. മലയാളം എഴുത്തിൽ പിന്നെ ഉപയോഗിക്കും. കാരണം മലയാളത്തിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ട്രെയിലിംഗ് ഓഫ് തോട്ട്സ് എന്ന നിലയിലാണ്. മറ്റേ പാട്ട് നമ്മൾ ഫെയ്ഡ് ഔട്ട് ചെയ്യുന്ന പോലെയാണത്. അത് എന്നോട് റിഹാൻ പറഞ്ഞൊരു പരിപാടിയാണ്. പുള്ളി അത് യൂസ് ചെയ്യാന്ന്. കാരണം ഓവർ എക്സ്പ്ലനേഷൻ വേണ്ട, 3-4 സെന്റൻസ് കട്ട് ചെയ്യാം 3 എലിപ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ മൂന്ന് കുത്തുണ്ടെങ്കിൽ 3-4 ലൈൻ ഒഴിവാക്കാം. അപ്പോൾ അതിനൊരു ഇതുണ്ട്, മീൻസ് അതിനൊരു അപൂർണതയുണ്ട്, പക്ഷെ അതിനൊരു ഭംഗിയുണ്ടെന്ന്. Etc. The word used to show you, the word that is used to show that you are more intelligent than you are. നമ്മള് പണ്ട് ഞാൻ ഈ എക്സെട്ര ഉപയോഗിച്ചിരുന്നപ്പോഴാണ് ഈ സയൻസിൽ പറയില്ലേ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഓറഞ്ച്, ലെമൺ എക്സെട്ര പറയും. ബാക്കി എനിക്കറിയാം, എനിക്ക് എഴുതാൻ വയ്യ. ഇതിൽ കൂടുതൽ ഞാനിട്ടാൽ നിങ്ങൾ വായനക്കാരൻ താങ്ങില്ല. അതെ, നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് 2 എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യം കൂടിയാണ്, TDR അതിൽ എഴുതുമ്പോൾ അതിനകത്ത് ഈ മറ്റേ ടുപാക് ഷാക്കൂറിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടുപാക് ഷാക്കൂർ ശരിക്കും നമ്മുടെ ഇൻകൻ ട്രൈബിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഇൻകൻ അല്ലേ, ഇൻകനോ മായനാണോ? ശരിക്കും ടുപാക് ഷാക്കൂർ എന്ന റാപ്പറിനെ മാത്രമേ എനിക്കറിയുള്ളൂ, ടുപാക്കിനെ മാത്രം. ടുപ്പാക്ക് മാത്രമല്ല, അതിനു മുമ്പ് ഇൻക അല്ല, ഇൻക, ഇൻക ആണ്. അല്ല, ഇൻക ഷാക്ക്. ഫസ്റ്റ് നെയിം മാത്രമാണ്. എപ്പോ നോക്കിയാലും പുതു 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 പാടിക്കൊണ്ട് നടക്കുന്നവൻ കോട്ടിങ് ജോർജ്. ടുപാക്. അപ്പൊ അല്ല, ഈ പുള്ളി അതില് പൂക്കിയാവാനുള്ള ശ്രമം അതിൽ നടത്തുന്നുണ്ട്. നമ്മുടെ കട്ട് മൈ ലൈഫ് ഇറ്റ് പാപ്പാറോച്ചിന്റെ ഒക്കെ പണ്ട് നമ്മൾ പാടി മറന്ന കോളേജൊക്കെ മുമ്പ് നടന്ന സാധനമൊക്കെയാണ് പുള്ളി പുതിയതായിട്ട് പറഞ്ഞിട്ട് എടുത്തിടുന്നത് അതിനകത്ത്, മറ്റേ പാട്ടുകളൊക്കെ. അതൊരു പുതിയ വൈബ് പിടിക്കാനുള്ളൊരു ശ്രമം ബോധപൂർവം നടത്തുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ ആരോ പറഞ്ഞതുപോലെ ഇത് ഇദ്ദേഹത്തിന്റെ ഫാന്റസീസ് ആയിരിക്കാന്ന്, ഈ പറഞ്ഞ പോലെ ബ്രോത്തലിന്റെ കാര്യവും മറ്റേതൊക്കെ പറയുന്നില്ലേ. കാരണം പുള്ളി വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ്. അപ്പോ ആരോ താങ്ങി, പൊങ്ങാത്ത മനുഷ്യനാണ്. അതെ അതെ. അപ്പോ അതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അല്ല ഈ പറയണ പോലെ ഈ ചെറിയ തലക്കകത്ത് കിടന്ന് കുത്തിമറിയുന്ന ചിന്തകളെയൊക്കെ എങ്ങനെയെങ്കിലും അഴിച്ചു വിടണ്ടേ? അമ്മ പണ്ട് എന്റെ അടുത്ത് പറഞ്ഞതാണ്, എടാ നീ ഹൊറർ എഴുതുമ്പം നിനക്ക് ഇങ്ങനെ പേടി സ്വപ്നം വരില്ല. ഞാൻ പറയാം, ഹൊറർ എഴുതിയ പേടി സ്വപ്നം വരില്ല, വായിച്ചാൽ മാത്രമേ പേടി സ്വപ്നം വരുള്ളൂ. ഉള്ളതാണ്. ഞാൻ വളരെ പേടിത്തൊണ്ടൊരു മനുഷ്യനാണ്. ഞാൻ കട്ടിലിന്റെ അടിയിൽ ഇപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് ചെറുപ്പത്തിൽ പേടിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഹൊറർ എഴുതുന്നത്. മേ ബി അതാണ്. മറ്റേ വി യൂസ് ടു ലിവ് ഹിയർ എഴുതിയിട്ട് കുറച്ച് ദിവസം വീട് രാത്രി ആയി കഴിഞ്ഞാൽ താഴെ പോവാൻ പോലും തോന്നൂല ഒറ്റയ്ക്ക്. ഞാൻ DSCയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ? അത് DSC കഴിഞ്ഞിട്ട് ഐഫോണ് നൈറ്റ് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ചുമന്ന ലൈറ്റിലാണ് ഇത് എഴുതി വരുന്നത് ടൈം. എനിക്കാണെങ്കിൽ രാത്രി ഉറക്കത്തെ എണീക്കുമ്പോ ചുവന്ന ലൈറ്റ് കാണും, പിന്നെ ഉറക്കം അവിടെ പോവും. ആരെങ്കിലും വായിച്ചോ? കോരപ്പാപ്പിന് സ്തുതിയായിരിക്കട്ടെ. ഇനി വായിക്കുമെന്ന് തോന്നുന്നില്ല, അങ്ങനെയുള്ള കാണുന്നു. അല്ല, പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകത്തിന് മൊത്തത്തിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇതായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് DC ഭയങ്കര എക്സ്പെൻസീവ് ആസ് എ ബുക്ക് ആക്കിയിട്ടുണ്ട്.
എന്നൊക്കെ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ പൊതുവേ നെഗറ്റീവ് പ്രസ്സാണ്. ഞാൻ ഗോത്തിക് ഫിക്ഷൻ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഇതിനെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പം അറിയില്ല, മാസ് മാർക്ക് പേപ്പർ പാക്ക് വരുമോ നോക്കാം. മാസ് മാർക്കറ്റ് പേപ്പർ ബാക്ക് വരുമ്പോൾ നോക്കാം. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ അടുത്ത ഈ ലിസ്റ്റിൽ വേറെ ജയമോഹനിലോട്ട് പോയാലോ? അപ്പൊ എല്ലാവർക്കും ബിഫോർ ദാറ്റ് സുഗന്ധി. ഞാൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എനിക്ക് വായിച്ചായിരുന്നു. എനിക്ക് പ്ലോട്ട് വൈസ് സുഗന്ധിയാണ് കുറച്ചുകൂടി കോറിലേറ്റഡ് ആയി തോന്നിയത്. എഗെയിൻ ഇതിലെ തീമൊക്കെ സെയിം തന്നെയാണ്, സെക്ഷുവൽ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ഒക്കെയാണ് സാധനം. പക്ഷെ എനിക്ക് പ്ലോട്ട് വൈസ് സുഗന്ധി കുറച്ചുകൂടി കോറിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. അത്ര ഡിസ്ജോയിന്റഡ് ആയിട്ട് തോന്നിയില്ല. ശ്രീലങ്കൻ ഉം. ബാക്ക്ഗ്രൗണ്ട് ആണ്, LTT ഒക്കെ ഉം, ഉം. കേട്ടിട്ടുണ്ട്. പുള്ളി തമിഴിലും എഴുതുന്നു. She writes in 2 languages. Who? T.D. Ramashan. Really? ഇതിന്റെ തമിഴോ ഇംഗ്ലീഷോ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വന്ന സാധനമാണ്. പിന്നെ മാമ ആഫ്രിക്ക ഇത് തന്നെയാണ് എന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വായിക്കാതിരുന്നത്. മറ്റേ ഈദി അമീന്റെ കഥയായിരുന്നല്ലോ. മാമ ആഫ്രിക്ക എന്തോ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം ബേസ് ചെയ്തിട്ടൊരു സംഭവമാണെന്നാ പറഞ്ഞത്. ഈദി അമീൻ തടവിലാക്കുന്ന ആരുടെയോ ഇതിനെ ഭയങ്കര നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഏതോ ഒരു റീഡർ ഗ്രൂപ്പിൽ. അപ്പോൾ മാമ ആഫ്രിക്ക അതിൽ പറയുന്നുണ്ട് ഫ്രാൻസിസ് സിറ്റിക്കോരെക്കാളും ബെറ്റർ ആയിട്ട് മറ്റേ എഴുതിയ ആൾക്ക് തോന്നിയത് സുഗന്ധിയാണ് എന്നാണ്. എനിക്ക് സുഗന്ധി പ്ലോട്ട് വൈസ് ഒരു ഹോമോജിനിറ്റി തോന്നി. ഇതിന് ഭയങ്കര എന്താ പറയണേ, ടെക്സ്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചാപ്റ്ററിലും ഇട്ടിക്കോരയിൽ ടെക്സ്ചർ മാറുന്നുണ്ട്. അതിന്റെ 2-3 പേര് എഴുതിയതാണോ എന്നൊരു സംശയം ചോദിക്കുന്നൊരു തരത്തിലുള്ളൊരു ടോൺ ഒക്കെ മാറുന്നു, ടോൺ സെറ്റിംഗ് ഒക്കെ മാറുന്നു. അല്ല, നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവാം. ഇതെല്ലാം ഒന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ, പ്ലോട്ടിന് ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ പോരെ. അപ്പൊ TDRന്റെ എനിക്ക് തോന്നുന്നു റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ ഐ തിങ്ക് വി ആർ യുനാനിമസ് ദാറ്റ് ഇറ്റ് ഇസ് ഫ്രാൻസിസ് സിറ്റിക്കോര. സംശയമില്ലാത്ത കാര്യമാണ്. യെസ്. ഒരു ടിഡ്ബിറ്റും കൂടെ പറയട്ടെ. പ്രമേയുഗത്തിന്റെ ഡയലോഗ്സ് അപ്പാരന്റ്ലി ഇവർക്ക് ഓറിട്ട് അതെ. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ TDR പറഞ്ഞ ബുക്ക് ഇട്ടിക്കോരെ പറഞ്ഞിരുന്ന കഥകളൊക്കെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു കൾട്ട് കുന്നംകുളം ഭാഗത്തുണ്ട്, അവർക്ക് ഭൂമിക്കടി കൊണ്ട് തുരങ്കമൊക്കെ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. TDRനോട് അങ്ങോട്ട് പോയി പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. സാറിന് പറഞ്ഞ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിൽ പുള്ളി അവരങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഉണ്ടാക്കിയ ഫിക്ഷൻ റിയൽ ആണെന്ന് പുള്ളിയോട് പറയാം. അതെ, പാലക്കാട്ട് ചുവന്ന മണ്ണിൽ തുരങ്കം. അപ്പൊ അങ്ങനൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ സമീപകാലത്ത് വേറെ ഒരു ഓതറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാം. ജയമോഹൻ. 100 സിംഹാസനങ്ങൾ. ഒരു ശരിക്കും പുള്ളി ജയമോഹൻ ശരിക്കും തമിഴിലും മലയാളത്തിലും എഴുതിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കടവുള്ളൊക്കെ എഴുതിയത് പുള്ളിയാണെന്ന്. സ്ക്രിപ്റ്റ് റൈറ്ററാണ് പുള്ളി. പുള്ളി ഒരു ചെറിയൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എന്നാലും മഞ്ഞുമൽ ബോയ്സ്. യെസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് പുള്ളി പറഞ്ഞു മലയാളികൾ ഭയങ്കര മോശം ആളുകളാണ്, എല്ലായിടത്തും പോയി കുടിച്ച് കൂത്താടി ബഹളം ഉണ്ടാക്കും. അവരുടെ ഈ മഞ്ഞുമൽ ബോയ്സ് പോലത്തെ അവരുടെ കുടിയെയും കൂത്താട്ടത്തിനെയും ആളുകളെ റെസ്പെക്ട് ചെയ്യാത്ത ബിഹേവിയറിനെയും ഒക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തോ അതിനെക്കുറിച്ച് പറഞ്ഞ കുടികാര പൊറുക്കികളിൻ കൂത്താട്ടം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് തന്നെ പുള്ളി. കോഷണറി ടെയിൽ. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒബ്വിയസ്ലി അതിനെ ഇത് ചെയ്യുന്നില്ല, നമ്മള് ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല ബുക്കിൽ. വാട്ട് ദേ ഡൺ വാസ് റോങ്. ആക്ച്വലി ലെറ്റ്സ് സെറ്റ് ദാറ്റ് അസൈഡ്. ഐ മീൻ ആർട്ട് വേഴ്സസ് ആർട്ടിസ്റ്റ് അഗൈൻ. നമുക്ക് പുള്ളിയുടെ എഴുത്തിനെ പറ്റി പറയാം. ഞാനാകെ ഇത് വായിച്ചിട്ടുള്ളൂ. ശരിക്കും
തമിഴ് കഥയായിരുന്നു പണ്ട്. ഇത് 2009 കണ്ട് വന്നതാണ്. ഞാനിതിങ്ങനെ ഇന്നലെ നോക്കിയത്, നമുക്ക് 2010 ഇതിൽ പെടുത്താൻ പറ്റുമെന്ന്. ഒരു കൊല്ലത്തെ ലീവേ കൊടുക്കുവാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. ഇത് അറം എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് കഥാസമാഹാരമായിരുന്നു. അപ്പോൾ ഈ സ്റ്റോറിക്ക് അതിൽ വന്നതാണ് ഈ 100 സിംഹാസനങ്ങൾ. അപ്പോൾ അതിൽ ഈ സ്റ്റോറിക്ക് കോപ്പിറൈറ്റ് ഇല്ല. അപ്പോൾ ആർക്കും പ്രസിദ്ധീകരിക്കാം. ഈവൻ ദളിത് സംഘടനകൾ പോലും അവരുടെ ലഘുലേഖകളിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ തമിഴ് വേർഷൻ അച്ചടിച്ചിറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ഉണ്ടായൊരു സംഭവമാണത്. നായാടി കുലത്തിൽ ജനിച്ച ഒരു IAS ഓഫീസർ ഇദ്ദേഹത്തോട് പറഞ്ഞ കഥ തന്നെയാണെന്നാണ് ജയമോഹൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനത് ഈ ബുക്ക് ഇറങ്ങിയിട്ട് ഇതിനെപ്പറ്റി, ബുക്ക് വായിച്ചിട്ട് ഇതിനെപ്പറ്റി കുറച്ചൊരു യൂട്യൂബ് വീഡിയോസും അങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടതാണ്. അപ്പോൾ അതിൽ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, കാര്യം എത്ര മുകളിലേക്ക് പോയിട്ടും കാര്യമില്ല, എത്ര വലിയ റെസ്പെക്റ്റബിൾ പൊസിഷനിൽ എത്തിയിട്ടും കാര്യമില്ല. ആ ഓഫീസിലെ ആളുകൾ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു. ഇദ്ദേഹം ഒരു താഴ്ന്ന കുലത്തിൽ ജനിച്ചാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇദ്ദേഹം എന്താണ് ഇവർ കഴിക്കുന്നത്, ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടും ഒക്കെ. അതായത് ഇയാളുടെ പുറമൊന്ന് തിരിയുമ്പോൾ ഒരു പ്യൂൺ പോലും ഇദ്ദേഹത്തിനെ പറ്റി മറ്റുള്ളവരുടെ അടുത്ത് എന്തോ കളിയാക്കി ചിരിക്കുന്നു. അതൊക്കെ ഒരുപാട് ഹേർട്ടിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. ഞാൻ ഈ സംഭവം വായിച്ചപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മയെ പിന്നെ പോയി പിന്നെ കണ്ടെത്തുന്നതും ഭ്രാന്തിയാണല്ലോ അമ്മ. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. പണ്ട് ഭക്ഷണമില്ലാതെ ഏതോ ഒരു ആശ്രമത്തിൽ ചെന്ന് പെടുന്നതും അങ്ങനെയുള്ള കുറേ വളരെ ഹാർട്ട് റെഞ്ചിങ് ആയിട്ടൊരു സംഭവമാണ്. വളരെ കുറച്ച് ഒരിക്കലുമല്ല. വളരെ കുറച്ച് പേജ് ഉണ്ടെന്ന് പറഞ്ഞ് സമീപിച്ചാലും വായിച്ചു തീരുമ്പോൾ മനുഷ്യനെ മൊത്തത്തിൽ അങ്ങ് ഒലച്ചു കളയുന്നൊരു പുസ്തകമായിരുന്നു 100 സിംഹാസനങ്ങൾ. ഇപ്പോൾ പല പബ്ലിഷേഴ്സും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സെഡ് കോപ്പിറൈറ്റ് ഇല്ല ഈ കഥയ്ക്ക്. ഈ റേസിസം പോലെ ഇൻ യുവർ ഫേസ് അല്ല നാട്ടിലെ കാസ്റ്റിസം. ഇറ്റ് ഇസ് സട്ടിൽ ആൻഡ് യു കനോട്ട് ഫൈറ്റ് ഇറ്റ് ബിക്കോസ് ദേ ഡിഡ്ന്റ് സേ എനിത്തിങ്. ദേ ഇംപ്ലൈഡ്. എന്നിട്ട് ഡെറി ഗേൾസിൽ പറഞ്ഞ ഐ ഡിഡ്ന്റ് സേ ദാറ്റ് ബട്ട് യു ഇംപ്ലൈഡ്. പക്ഷെ അത് ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ബിക്കം പെറ്റി, യു ഫീൽ പെറ്റി അങ്ങനത്തെ ആൾക്കാർക്ക് ടൈം കൊടുക്കാനായിട്ട്. പക്ഷേ ഇറ്റ് എഫക്ട്സ് യു മെന്റലി യു ലുക്സ് ഡൗൺ അപ്പോൺ എന്നുള്ളത് അറിയാം. ആൻഡ് ഇറ്റ്സ് സോ ഹാർഡ് ടു ഫൈറ്റ് അങ്ങനത്തെ ബാറ്റിൽസ്. ഡു യു ലെറ്റ് ഇറ്റ് ഗോ? ഡു യു പിക്ക് അപ്പ് എ ഫൈറ്റ്? വെൻ യു പിക്ക് അപ്പ് എ ഫൈറ്റ് പീപ്പിൾ ആർ ലൈക്ക് അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. 10 കിലോ ഉള്ള കല്ലെടുത്ത് എറിയുന്നതും 10 കിലോ ഉള്ള കല്ല് തോളി വെച്ചേരുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ആൻഡ് ആ ബുക്കില് ആ പാർട്ട് വേർ ഈ പ്യൂണിന്റെ ഒക്കെ ആ ആറ്റിറ്റ്യൂഡ്, ഓഫീസിലുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്, ദാറ്റ് വാസ് വൺ തിങ് ദാറ്റ് സഡൻലി ശരിയാണ്, നമ്മളിതൊന്നും റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഫൈറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഇയാൾ IAS ഓഫീസർ ആയിട്ട് കൂടി ഇയാളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന്. അമ്മയുടെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അയാളുടെ ഭാര്യയ്ക്ക് ഈ മദർ ഇൻ ലോനെ അമ്മ ഭാര്യയെ പേ ആണെന്ന് പറയുന്നത് അവന്റെ അതുമാരെ കുട്ടീനെ എടുത്തിട്ട് ബിക്കോസ് ഇവര് ഗാർബേജ് എടുത്ത് കഴിക്കും. അങ്ങനെ അവരുടെ ആ ഒരു നായാടികളായതുകൊണ്ട് ഭക്ഷണം അവർക്ക് കിട്ടാത്തത് കൊണ്ട് അതവർക്ക് ഓക്കെയാണ്. കുട്ടി ഇമ്മ്യൂണിറ്റി വരാനാണോ, പക്ഷെ കുട്ടിക്ക് അങ്ങനെ എന്തോ ചെയ്യും അമ്മ. ആൻഡ് വൈഫ്, ദാറ്റ്സ് വെൻ ദ വൈഫ് ലൂസസ് ഇറ്റ്. ലൈക്ക് ഓക്കെ, ബാക്കി എല്ലാം ഷീസ് ഓക്കെ വിത്ത് ഇറ്റ്, പക്ഷെ ഇത് പുള്ളിക്കാർക്ക് ബിയോണ്ട് ആയിരുന്നു. അതുമാരെ അമ്മ മെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ദ പ്യൂൺ ഇസ് ദെയർ ഹു വിറ്റ്നസസ് അമ്മയുടെ ഈ മാഡ്നെസ്. ആൻഡ് അതിലൊരു ആത്മസംഘർഷം ഉണ്ട് ഈ IAS ഓഫീസറിന്റെ. അമ്മയ്ക്കുള്ള മാഡ്നെസ് ഇസ് വൺ തിങ്, അത് വേറൊരാള് വിറ്റ്നസ് ചെയ്യുന്ന, ദാറ്റ് വേറൊരാള് is someone who's very much capable of spreading gossip. And so multiple layers പുള്ളി ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് അമ്മയുടെ ഭ്രാന്ത്. ചെറിയൊരു പുസ്തകം, വെരി ഇമ്പാക്ട്ഫുൾ. അത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഗെറ്റ് എ വെരി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റിസം. നമ്മളിതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം പെർമിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു എക്സാമ്പിൾ ആണ്.
വായിച്ചിട്ടില്ലെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ടു എവരിബഡി വായിച്ചിട്ടില്ല. ഹു സേസ് കാസ്റ്റിസം ഇസ് ഓവർ, ഇതൊന്നും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇത് വായിക്കാൻ പറ്റുന്ന ബുക്കാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നവർക്ക് വായിക്കാൻ പറ്റും. വെരി ഞാനിത് പല റീസെന്റ് Yeah, സോറി സോറി ടു വെരി റീസെന്റ് ഒരു സംഭവം ഉണ്ടായി. എനിക്ക് തോന്നുന്നു യു പിയിലോ മറ്റോ ആണ്. ആ ഗ്രാമത്തിലൊരു ദളിത് യുവതിക്ക് അവിടെ ഒരു അംഗൻവാടിയിൽ ജോലി കിട്ടി, പുള്ളിക്ക് ടീച്ചറായിട്ട്. ഒരു കുട്ടി പോലും വന്നില്ല. ഇവർക്ക് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു, ദാറ്റ് യു ഷുഡ് യുനോ ആക്ച്വലി സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദാറ്റ് പൊസിഷൻ. അവിടെ മറ്റേ ആ ലൊക്കാലിറ്റി മുഴുവൻ അപ്പർ കാസ്റ്റ് ആളുകളാണ്. ഒരു കുട്ടി പോലും വന്നില്ല. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി അത് ഒരു മീഡിയയാണത്, ന്യൂസ് മീഡിയയിലാണ് അത് ബ്രേക്ക് ചെയ്തത്. ആക്ച്വലി അങ്ങനെ ഒരു പ്ലൈറ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ദിസ് ഈസ് വെരി റീസെന്റ്. ഐ മീൻ ഈ ഒരു മാസം ഉണ്ടായത്. ഒരു കുക്കിന്റെ കാര്യം ഉണ്ടായിരുന്നല്ലോ. ഒരു കുക്ക് വന്ന ശേഷം, ദളിത് കുക്ക് വന്ന ശേഷവും പിള്ളേരാരും അവിടെ നിന്ന് കഴിക്കത്തില്ല. Yeah. അവസാനം പിന്നെ മാറ്റി ഗവൺമെന്റ് മാറ്റിയത്. സാഡ് സ്റ്റോറി. ഇത് വെച്ച് നോക്കുമ്പം കേരളം ഇസ് മച്ച് 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 എഹെഡ്. നമുക്ക് ഈ അങ്ങനെ വക പറയാം. വിഡ്ഢിത്തരങ്ങളൊന്നും നമ്മ- we wouldn't do that to people. പക്ഷെ എന്നാലും ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഞാൻ കണ്ട ഒരു ഇൻസിഡന്റ് ആണ്. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ഈ റിസർവേഷൻ എന്ന് പറയുന്നതിനോട് ഭയങ്കര വിയോജിപ്പുള്ള. അപ്പൊ അതിലെ എന്റെ ഒരു ഫ്രണ്ട് പുള്ളി പറയാണ്, ഞാൻ ഈ റിസർവ്ഡ് കാറ്റഗറി ഡോക്ടേഴ്സിന്റെ അടുത്തോട്ട് പോയില്ല, കാരണം മെറിറ്റിലല്ല കിട്ടിയേ എന്ന് പറഞ്ഞു. അപ്പൊ അതായത് അവർക്ക് അതിന്റെ അത്രയുള്ള കേപ്പബിൾ അല്ല എന്നാണ് പുള്ളി എന്റെ ഇംപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതിനൊരു നല്ലൊരു മറുപടി അപ്പൊ തന്നെ വേറെ ഒരാൾ കൊടുത്തു. ഈ ഡയലോഗ് നീ മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടിയ ഡോക്ടർമാരോട് അതിനെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ, അങ്ങനെ അവരോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഒരു ഡയലോഗിലൂടെ അപ്പൊ തന്നെ എല്ലാവർക്കും ക്ലിയർ ആയി, ഇൻക്ലൂഡിങ് ദാറ്റ് ഒഫൻഡിങ് പാർട്ടി. ഇത് അനുവ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരിക്കലും. പറഞ്ഞു ഇക്വിറ്റി എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തോണ്ടാണ് അത് പറയുന്നത്. ശരി. പക്ഷെ ഇതൊരു സട്ടിൽ കാസ്റ്റിസം ആണ്. പക്ഷെ ആ ഒഫൻഡ് ചെയ്യുന്ന ആൾക്ക് പോലും അറിയില്ല. പുള്ളി എവിടെന്നെങ്കിലും കേട്ട് അത് റിപ്പീറ്റ് ചെയ്യാണ്, ഞാൻ ഇന്ന കാസ്റ്റിൽപ്പെട്ട ഡോക്ടേഴ്സിന്റെ അടുത്തോട്ട് പോയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ലെവൽ ഓഫ് സ്ക്രൂട്ടനി മാനേജ്മെന്റ് കോട്ടയെ കിട്ടിയ ഡോക്ടർമാരോട് കാണിക്കുന്നില്ല. അവര് മെറിറ്റിലല്ലല്ലോ കിട്ടിയത്. അവൻ കാശ് കൊടുത്തു കയറി. ആ കാശ് കൊടുത്തു കയറി. രണ്ടുപേരും എന്തായാലും ഡോക്ടർ ആകണമെങ്കിൽ പഠിച്ച് പാസ്സാണോ. പക്ഷെ ഒരാളോട് ഭയങ്കര ഒരു സ്ക്രൂട്ടനി ഒക്കെ കാണിക്കും, മറ്റേയാള് നോർമൽ ഡോക്ടർ. It's one of those conversations which will never go out of my mind. If you grew up in 90s, ഈ റിസർവേഷൻ അന്നാണ് ഒരു ക്രീമി ലെയർ റിമൂവ് ചെയ്യാൻ ആ ഒരു ഇൻസിഡന്റ് ഒരു ഐ തിങ്ക് ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ് ടു സേ ദാറ്റ് എന്തോ പ്രശ്നമുണ്ട് റിസർവേഷൻ, എന്തോ വെറുതെ കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ ബി എന്നൊക്കെ പറയുന്നമാര്. അത് എന്തുകൊണ്ട് ഇതിന്റെയൊക്കെ ഒരു റൂട്ട് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കാതെയാണ് പലപ്പോഴും നമ്മളൊക്കെ വളർന്നു വന്നേക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ളത്, എന്തിനാണ് റിസർവേഷൻ എന്ന് ഇത് ഈ പറഞ്ഞു തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന കാര്യമാണ്. കാരണം എന്താ അറിയോ, ഒരു ആൾക്ക് ഗിവിങ് എൻ ഓപ്പർച്യൂണിറ്റി ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് അതിലുപരി ഒരു സോഷ്യലി ഒരു കമ്മ്യൂണിറ്റി അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അവിടെയാണ് വി ആർ മിസ്സിങ് ദ പോയിന്റ്. ഇന്നും നമുക്ക് ഈ ഇത് പറയുന്നുണ്ടല്ലോ, ഈ IAS ഓഫീസറിന്റെ കാസ്റ്റ് സ്ലറുമാരുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം നൂപ്പ് പറഞ്ഞ ഇൻസിഡന്റ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്കൊരു ചെറിയ എവിടെയോ ഇപ്പോഴും പഴയ ഇതിലേക്കൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇക്വിറ്റി എന്നുള്ള വാക്ക് എന്തിനാണ്? ഇക്വാളിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇക്വാളിറ്റി വരട്ടെ, എല്ലാവർക്കും ഒരുപോലെയല്ല ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞ എനിക്ക് ആക്ച്വലി എൻ്റെ അച്ഛനും അമ്മയ്ക്കും, അച്ഛന് ജോലി ഉണ്ടായിരുന്നു. ഞാൻ വളർന്നു വന്നത് ഒരു വളരെ എന്താ പറയാ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. എനിക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് കോച്ചിങ് ക്ലാസ്സിന് പോകാൻ പറ്റിയിരുന്നു. അങ്ങനെ ഒരു സ്പേസിൽ നിന്നാണ് ഞാൻ എൻട്രൻസ് എക്സാം എഴുതാൻ വരുന്നത്. അല്ലാതെ
കോച്ചിങ് ക്ലാസ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി എൻട്രൻസ് എക്സാം എഴുതുന്നവരുണ്ട്. പലരുടെയും ഫാമിലിയിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തവരുണ്ട്. ഐ എം ഡൈവേർജിങ്. പക്ഷെ എനിക്ക് തോന്നിയേക്കണം, നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു രാജ്യത്ത് പോയില്ലേ, ഇതിലും വലിയൊരു ഈക്വലൈസർ ഇല്ല. നാട്ടിൽ പലർക്കും ലാൻഡ് മേടിക്കണ്ട വീട് പണിയാനായിട്ട്. എന്റെ പേരൻസിനൊന്നും ലാൻഡ് ഫാമിലി പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. വീട് പണിയാൻ മാത്രമാണ് ലോൺ എടുക്കേണ്ടി വരുന്നത്. ഉം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പ്രിവിലേജുകളാണ്. ഇതൊന്നും നമ്മൾ ഇതിന്റെയൊക്കെ എനിക്കൊക്കെ ഞാൻ അതിന്റെയൊക്കെ റെസിപ്പിയന്റ് ആണ്. എന്റെ അടുത്തേ പേരൻസ് ഹാഡ് മോർ മണി ടു സ്പെൻഡ് ഓൺ മീ എന്നുള്ളത്. ഇത് മനസ്സിലാക്കാത്തവരാണ് ഈ പറയുന്ന റിസർവേഷന്റെ ആവശ്യമില്ലാതെ. ഈ പ്രിവിലേജുകൾ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളത് ആണ് അതിന്റെ ബോട്ടം ലൈൻ. ഇറ്റ്സ് ദാറ്റ് you've had enough privileges. You're giving that opportunity to someone to come forward so that their children can have a better life. അതെന്തുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല? അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു മോശം കാര്യമായിട്ട് കാണുന്നു എനിക്ക് മനസ്സിലാവുന്നു. Nobody is taking away your opportunity. You're just giving others a bit more. ആ ഒരു ബഫർ നമ്മൾ കൊടുക്കണം. കാരണം they did not have the privileges that you had. You bringing everyone to ഒരു ലൈനിലേക്ക് വന്ന് നിർത്തുകയാണ്. It takes time. It takes a bit more reading to understand that. പക്ഷെ അത് വേണം. ഇന്നത്തെ കുട്ടികൾ അതെങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഐ ഡോണ്ട് നോ. പക്ഷെ ഹോപ്പ്ഫുള്ളി നോട്ട്. അല്ല, പലപ്പോഴും ഇന്നത്തെ ആൾക്കാർ അങ്ങനെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഫോർ ദം ഇറ്റ്സ് നോട്ട് വെരി എവിഡന്റ് ഓർ വിസിബിൾ. അതാണ് പ്രശ്നം. കാരണം അവര് കാണുന്നത് അവരുടെ ഫ്രണ്ട് സർക്കിളാണ്. പക്ഷെ ഓൾറെഡി അവരുടെ ഫ്രണ്ട് സർക്കിൾ ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത് അവരുടെ പ്രിവിലേജ് ആണ്. സോ അവർക്ക് ബാക്കി കഷ്ടപ്പാടുകൾ കണ്ടിട്ടില്ല. അതാണ് സത്യം. കാസ്റ്റിസം ഇപ്പോഴും നല്ല സജീവമായിട്ടുണ്ട്. Anyway, let's get back to the topic. വിനോയ് തുടങ്ങിയോ? ഞാൻ വിനോയുടെ പുസ്തകം വാങ്ങിച്ചു വച്ചിട്ടേ ഉള്ളൂ, വായിച്ചിട്ടില്ല. ഞാൻ മറ്റേ നമ്മുടെ ഇത് കണ്ടിട്ടാണ്, ചുരുളി കണ്ടപ്പോഴാണ് കലികമിനാറിലെ കുറ്റവാളികൾ വായിക്കാൻ വേണ്ടിയിട്ട് മുള്ളരഞ്ഞാണം വാങ്ങിച്ചു, സമാഹാരം വായിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിൻ്റെ ടൈറ്റിൽ സ്റ്റോറി മുള്ളരഞ്ഞാണം. ശരിക്കും അതും ഒരു ഫെമിനിസ്റ്റ് സ്റ്റോറിയാണ്. അത് ഈ മുള്ളരഞ്ഞാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ പരിപാടിയില്ലേ, അതായത് കോർപ്പറൽ മോട്ടിഫിക്കേഷൻ, മുള്ളുകൊണ്ടുള്ള അരഞ്ഞാണ്. ദാറ്റ് സോർട്ട് ഓഫ്, ഐ മീൻ സിംബോളിക്. അതായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇടുന്നതെന്ന് അറിയാലോ. ഇറ്റ്സ് ലൈക്ക് ചാസ്റ്റിറ്റി ബെൽറ്റ് അല്ല, ഇറ്റ്സ് ലൈക്ക് പണിഷ്മെന്റ്, ലൈക്ക് എ പണിഷ്മെന്റ് ഫോർ ദ സിൻസ് ദാറ്റ് യു ഡൺ. ലൈക്ക് അങ്ങനെ ഒരു ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാപബോധം ആണ് ശരിക്കും മുള്ളരഞ്ഞാണെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് നിന്നാണ് കഥ, ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവ് നിന്നാണ് കഥ പോകുന്നത്. ഈ കഥ വായിച്ചിട്ട് കുറച്ച് കാലമായി, പക്ഷേ അത് തെരഞ്ഞു പിടിച്ച് വായിക്കേണ്ട ഒരു വിനോയ് തോമസിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ മുള്ളരഞ്ഞാണെന്ന് പറയുമ്പോൾ. പുള്ളിയുടെ റൈറ്റിംഗ് നല്ല റിച്ച് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. അതായത് നമുക്ക് ഓരോ പാരഗ്രാഫിനകത്തും, അതായത് വാക്കുകൾ കുത്തി നിറച്ചു എന്നൊക്കെ പറയില്ല, കുത്തി നിറയ്ക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു എന്താ പറയുക, വളരെ നന്നായിട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകളൊക്കെയാണ്. വായിച്ച് ഒരു എന്താ പറയുക, ഞാൻ എസ് ഹരീഷിൻ്റെ കഥകൾ അങ്ങനെ അധികം വായിച്ചിട്ടില്ല. ചിലർ പറയുന്നത് വിനോയ് തോമസ് എസ് ഹരീഷിൻ്റെ പാത തന്നെ പിന്തുടർന്ന് പോകുന്നതാണ്. പുള്ളി ഹെവിലി ഇൻസ്പയർഡ് ഫ്രം എസ് ഹരീഷ് ആണെന്ന് പറയുന്ന റൈറ്റിംഗ് സ്റ്റൈലിലൊക്കെ. റൈറ്റിംഗ് സ്റ്റൈൽ അത്രയ്ക്ക് നല്ല രസമാണ്. ഇപ്പോൾ മുള്ളരഞ്ഞാണം പറയുവാണെങ്കിലും, അതേപോലെ മറ്റൊരു സമാഹാരമുണ്ട് രാമച്ചി, അതിന് അവാർഡ് കിട്ടിയതാണ്, അക്കാഡമി അവാർഡ് കിട്ടിയതാണ്. രാമച്ചിയിലെ ടൈറ്റിൽ സ്റ്റോറി ഒരു ആദിവാസി പെൺകുട്ടി, ഗർഭിണിയാണ്, പെൺകുട്ടിയല്ല യുവതി, പുള്ളിക്കാരി ഗർഭിണിയാണ്. ഹസ്ബൻഡും കൂടി ഒരു കാട് ക്രോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാട് ക്രോസ് ചെയ്യുമ്പോൾ അവസാനമാകുമ്പോൾ പുള്ളിക്കാരിക്ക് പ്രസവവേദന വരും. പുള്ളിക്കാരി പ്രസവവേദന എടുത്തിട്ട് കിടക്കും, മറ്റേ ഇവിടെ മണ്ണിൽ കിടന്നത്. അത് അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയുള്ള കാടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മരങ്ങളുടെ പേരോ ഒന്നും നമുക്കറിയില്ല, നമ്മളിതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇരുന്ന് പോകും. ഈ മറ്റേ ഓരോരോ മരത്തിൻ്റെ പേര്, ഇപ്പോൾ ഉദാഹരണം എന്തോ ഒരു ഇപ്പം ചേരിൻ്റെ കാര്യം പറയുന്നുണ്ട്. ചേര് മാത്രമേ ഞാൻ അതിലാകെ കേട്ടിട്ടുള്ളൂ. ഓരോ മരത്തിൻ്റെയും പ്രത്യേകതകളും ഓരോ ചെടിയുടെ പ്രത്യേകതയൊക്കെ വർണ്ണിച്ച് നമ്മളിങ്ങനെ കാടിനകത്തൂടെ നടത്തുവാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കഥയാണ്. അതുപോലെ തുഞ്ചൻ ഡയറ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് അധ്യാപകർ ചേർന്നിട്ട്
സിലബസ് ഇടുന്നതാണ്, അടുത്ത കൊല്ലത്തേക്കുള്ള സിലബസ് ഒരു ക്യാമ്പിലിരുന്ന് ഇടുന്നൊരു കഥയാണ്. അവരുടെ പൊളിറ്റിക്സൊക്കെ അപ്പോൾ അതൊക്കെ മറനീക്കി പുറത്തു വരുന്നതൊക്കെയാണ് ആ കഥയിൽ. വളരെ അത് വളരെ ഹ്യൂമറസ് ആയിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇറ്റ് ആക്ച്വലി എൻഡ്സ് അപ്പ് വിത്ത് എ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, ഇറ്റ് വിൽ ബി എ സ്പോയിലർ. അങ്ങനെ അത് രണ്ടുമാണ് വായിച്ചത് കഥാസമാഹാരമായിട്ട്. പിന്നെ ഒരു നോവലുണ്ട് കരിക്കോട്ടക്കരി എന്ന് പറഞ്ഞിട്ട്. പുറ്റ് എന്ന നോവലുണ്ട്, പുറ്റ് വായിക്കാൻ പറ്റിയില്ല. പക്ഷേ കരിക്കോട്ടക്കരി ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ മത്സരത്തിന് കണ്ട് അയച്ച് സമ്മാനം കിട്ടിയ നോവലായിരുന്നു. അപ്പോൾ കരിക്കോട്ടക്കരിയുടെ ഒരു വലിയ വേർഷനാണ് പുറ്റ് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ അതിലൊരു കാര്യം പറയുന്നുണ്ട്. അതൊരു ഒരു മലയോര കുടിയേറ്റ കർഷകൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ കരിക്കോട്ടക്കരി. ഈ കരിക്കോട്ടക്കരി ഒരു സ്ഥലത്തിൻ്റെ പേരാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ ഒരു ഏരിയയുടെ പേരാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന ജാതി വ്യവസ്ഥയും പൊളിറ്റിക്സും ഒക്കെ അതിലും വരുന്നുണ്ട്. ഈ പുലം എന്ന് പേരുള്ള പുലയൻ എന്ന് പേരുള്ള വാക്കിൻ്റെ അർത്ഥം, പുലം എന്ന് വെച്ചാൽ ഒരു വയലാണ്. പുലം എന്ന് വെച്ചാൽ പാടമാണ്. പുലയൻ എന്ന് വെച്ചാൽ ഭൂമിയുടെ രാജാവാണ് ശരിക്കും പറഞ്ഞാൽ. പുള്ളി അവിടെ ഇരുന്ന് പണിയെടുത്ത് ഉണ്ടാക്കിയ സംഭവമാണ്. ഇതാണ് എല്ലാവരും ഇരുന്ന് ഉണ്ണുന്നത്. പുള്ളി എല്ലുമുറിയെ പണിത സാധനമാണ് തമ്പ്രാൻ അവിടെ ഇരുന്ന് ഉണ്ണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത്, ഒരു 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 തോട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ ഈ 3 പുസ്തകങ്ങളാണ് ഞാൻ ആകെ ബിനോയ് തോമസിൻ്റെ വായിച്ചിരിക്കുന്നത്. വളരെ ഞാൻ ഏത് പുസ്തകമായാലും എനിക്ക് ഇങ്ങനെ റെക്കമെൻഡേഷൻ എന്ന് പറയാൻ പറ്റില്ല. വായിച്ചത് 3 ഞാൻ റെക്കമെൻഡ് ചെയ്യും. പുറ്റ് വായിക്കാനുണ്ട്. ഇറ്റ്സ് മൈ ടേക്ക് ഓൺ ബിനോയ് തോമസ്. എല്ലാവരും വായിച്ചിട്ടില്ല. വായിക്കണം. വായിക്കാനുള്ള പുസ്തകങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിനോയ് ലേഖ വായിച്ചിട്ടുണ്ടോ? വിനോയ് കരിക്കോട്ടക്കരി ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2013-14 വായിച്ചത്. ഇതെൻ്റെ ഒരു ഫ്രണ്ടോട് പുള്ളി വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് ഞാൻ വായിച്ചു. എനിക്കത് ഓർമ്മയെടുത്തിട്ട് ഒരു ബ്ലീക്ക് നോവലാണിത്. ഒരു എന്താ പറയാ, മൊത്തത്തിലൊരു വെരി അറ്റ്മോസ്ഫിയറിക്. അഗൈൻ പരിചയമില്ലാത്തൊരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ ഒരു മലയോരത്ത് വന്ന് കാടിനോട് മൽപ്പിടിച്ച് അവൻ ഒരു സ്പേസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കഥയാണ്. ചെറിയ ഓർമ്മയൊക്കെ ഉള്ളൂ. അതിൻ്റെ അകത്തുണ്ട് അതിന്റെ മെയിൻ ക്യാരക്ടറിന് കുറച്ചൊരു കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറുമാണ്. എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. പക്ഷെ ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് റീഡ്. എൻ്റെ ഓർമ്മയിലത്. ഞാൻ വേറൊന്നും വിനോയ് തോമസിന്റെ വായിച്ചു. ഞാൻ രാമച്ചി എന്റെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. വായിച്ചാൽ കൊള്ളാവുന്നുണ്ടെങ്കിൽ മുള്ളറിഞ്ഞാണ് ഓൾസോ വായിക്കിട്ട് ഷോ. അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ഇതുപോലെ ബുക്ക് മേടിച്ച് രാമച്ചി മേടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്ന് വായിക്കണം. വിനോയ് തോമസ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എസ് ഹരീഷിനെ കൂടെ ടച്ച് ചെയ്യണം. ആകെ ഒരു കഥാസമാഹാരമാണ് വായിച്ചിട്ടുള്ളത് ഹരീഷിന്റെ. 3 നോവലും വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നല്ലാതെ. ഞാൻ ആദം വായിച്ചു. ആദത്തിലായിരുന്നു മറ്റേ ജല്ലിക്കെട്ടിന്റെ കഥയുള്ളത്, മാവോയിസ്റ്റ്. ഞാൻ അപ്പൻ എന്ന് പേരുള്ളൊരു സമാഹാരം വായിച്ചു. അതിനകത്തും ഉണ്ടെന്ന് തോന്നുന്നു, ഈ മാവോയിസ്റ്റ് അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിനകത്തൊരു പൈപ്പറിന്റെ കഥയാണുള്ളത്, അതെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് കഥകളാണ്. കഥ ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. പക്ഷെ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കഥയുടെ പേര് എനിക്കിപ്പോഴും കിട്ടുന്നില്ല. കുമാരനാശാന്റെ വരികളാണ്. മോദസ്ഥിതനായ ഞിരിപ്പു മല പോലെ, അങ്ങനത്തെ ഒരു കഥയാണ്. അതായത് ഒരു കല്യാണം നടക്കാൻ പോകുന്ന ഒരു കുടുംബത്തിൽ. അപ്പോൾ കല്യാണത്തിൻ്റെ കാരണവന്മാർ തമ്മിലുള്ള ചർച്ചയാണ്. കല്യാണ നിശ്ചയം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ സ്റ്റേജ് ഇടാം, അവരുടെ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ മനസ്സിലാകുന്നത് ഈ കഥയുടെ തീം എന്താണെന്ന് പതുക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ആ ഫോട്ടോ നമുക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. കഥ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എന്തിനെക്കുറിച്ചാണെന്ന് പറയുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കണം. എസ് ഹരീഷിൻ്റെ ഏറ്റവും നല്ല കഥകളിൽ ഒന്നായിട്ട് പറയുന്ന കഥയാണത്. കഥയുടെ ഫുൾ നെയിം ശരിക്കുള്ള മീൻസ് എനിക്ക് ആ പേര് മുഴുവൻ കിട്ടാത്തതുകൊണ്ടാണ്. ഇത് കുമാരനാശാൻ്റെ വരികളാണ് ശരിക്കത്. അപ്പോൾ കുമാരനാശാനും ഒരു ഹിൻ്റാണ്. അപ്പോൾ അത് വായിച്ചു നോക്കണം എന്തായാലും. മീശ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 17 ഓഗസ്റ്റ് 17. ഞാൻ അത് ഞാൻ വായിച്ചിട്ടില്ല. മേടിച്ചു അത് വെച്ചേക്കുവാണ്. കൃഷ്ണകുമാർ പറഞ്ഞിട്ടാ ഞാനത് മേടിച്ചത്.
ഏത് പട്ടുനൂൽ പുഴുവിന്റെ ഒരു പ്രീകഴ്സർ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ ഒരിക്കൽ? പട്ടുനൂൽപ്പുഴുയുടെ പ്രീകഴ്സർ അല്ല, ശരിക്കും ഇതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ് ശരിക്കും. അതായത് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ബേസ് ചെയ്തിട്ടൊരു കഥയാണ്. സംഗതി വളരെ നൈസാണ്. ഞാൻ കുറച്ചൊക്കെ എനിക്ക് ചില എക്സെപ്റ്റ്സ് വായിച്ചിട്ടാണ് ഞാൻ പുസ്തകം വാങ്ങുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ വൺ റെക്കമെൻഡേഷൻസ് ആയിരുന്നു വായിച്ചവർ ഒക്കെ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സ്റ്റാൻസ് ഉള്ള ആളുകളുടെ റെക്കമെൻഡേഷൻസ് ആണ്. വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് വായിച്ചത്. വായിക്കാൻ പറ്റിയില്ല ഒബ്വിയസ്ലി. പട്ടുനൂൽപ്പുഴു ഇരിപ്പുണ്ട്, മീശ ഇരിപ്പുണ്ട്, എല്ലാം കയ്യിലിരിപ്പുണ്ട്. ഇതാണ് അവസ്ഥ. അതാണ് ഇവിടെ അവസ്ഥ. അപ്പോ എസ് ഹരീഷ് എനിക്ക് തോന്നുന്നു ആരും അധികം വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? വായിക്കണം. എനിക്ക് ഓഗസ്റ്റ് 17 പട്ടുനൂൽപ്പുഴു ഒക്കെ ഭയങ്കര നല്ലതാന്ന് കേട്ടിരുന്നു. വായിച്ചിട്ടില്ലെന്നും, വായിക്കണം. അപ്പോൾ ഇനി വേറെ ഇനിയിപ്പോ കണ്ണൻകുട്ടിയുടെ ഒടിയൻ, അത് ഒരു എന്താ പറയണേ, ഒരു നല്ല ക്ലാസ് സാധനമായിരുന്നു. ബേസിക്കലി ആ ഒടിയൻ, ആ കമ്മ്യൂണിറ്റിയുടെ കഥയും അവരുടെ ലാസ്റ്റ് ഒടിയന്മാരുടെ കഥയൊക്കെയാണ്. അത് നമ്മൾ എടുക്കുമ്പോൾ അത് കൂടുതലും മറ്റേ ഒടി, ഹൊറർ, മാജിക് അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുമെങ്കിലും അത് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മാജിക്കൽ റിയലിസത്തിന്റെ ഒരു അറ്റവും കൂടുതലും അവരുടെ കാസ്റ്റിസവും അവരുടെ ഡിസ്ക്രിമിനേഷനും ഇല്ലായ്മയും ഒക്കെയാണ് സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചതാണ്. അത് ഞാനും ഇതുപോലെ ഒടിയനെ പറ്റിയുള്ള കഥയാണെന്ന് വിചാരിച്ചൊരു അങ്ങനെ ആ ഒരു എന്താ പറയുക, അങ്ങനെ പ്രതീക്ഷിച്ചാണ് എടുത്തത്. പക്ഷേ ഇറ്റ് ടുക്ക് മീ ഇൻ അനദർ ഡയറക്ഷൻ. ആദ്യം ഒരു ശരിക്കും ഒടിവിദ്യ അറിയാവുന്ന ഒരാൾ, പുള്ളിയൊരു മറ്റേ പനയുടെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നതാണ് അച്ഛൻ. മരിക്കുകയാണോ അതോ മറ്റേ കിടപ്പിലാവോ കിടപ്പിലാവോ എന്തോ ആണ്. പിന്നെ ഹി സ്റ്റാർട്ടഡ് സീയിങ് ഡബിൾ ലൈക്ക് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, മൂപ്പർക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം, പിന്നെ ഒരു നായർ തറവാട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വളരെ വളരെ സ്വീറ്റാണ്. സോ എനിക്ക് പറഞ്ഞ പുസ്തകം വളരെ എന്താ പറയുക, ഇങ്ങനെ ഒഴുകുന്നൊരു ഭാഷയാണ്. നല്ലൊരു വായിച്ചിരിക്കാൻ പറ്റുന്ന, ഒരിക്കലും നമ്മളെ ബോറടിപ്പിക്കില്ല അങ്ങനൊരു പുസ്തകമാണ്. ചെറിയ പുസ്തകമാണ്. വളരെ എന്താ പറയുക, ആ ഒരു എനിക്കോട് വള്ളുവനാടൻ ഇതാന്ന് തോന്നുന്നു, അല്ലെ പാലക്കാടൻ ഭാഷയാന്ന് തോന്നുന്നു അതിൻ്റെ കൂടുതലും അവരുടെ സംഭാഷണ ശൈലിയൊക്കെ. എനിക്ക് തോന്നുന്ന എന്തായാലും പാലക്കാട് റീജിയൻ ആയിരിക്കുമല്ലോ ഒടിയനുമായിട്ട് ബന്ധപ്പെട്ട മിത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു എന്താ പറയുക ഭൂമിക എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ അറ്റ്മോസ്ഫിയറിക്കാണ്. പക്ഷേ ഈ മറ്റെന്താ പറയുക, നമ്മുടെ ഒരു സൂപ്പർ നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് ചെന്നാൽ നിരാശയായിരിക്കും ഫലം. ഒരു ഡ്രാമ ജോണറിൽപ്പെട്ട പുസ്തകം എന്ന് തന്നെ പറയാം. നല്ലൊരു വായനാനുഭവമായിരിക്കും. റെക്കമെൻഡഡ്. എനിത്തിങ് എൽസ്? നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാൻ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? പോപ്പുലർ ഫിക്ഷൻ നമ്മൾ തൊട്ടിട്ടില്ല, അത് ഇനി ഒരു എപ്പിസോഡ് ആക്കാം. അല്ല, ചെമ്പിലമ്മിണി കൊലക്കേസ് അത് പോപ്പുലർ ഫിക്ഷൻ ആണോ അതോ ലിറ്റററി ഫിക്ഷൻ ആണോ? ലിറ്റററി ആയിരിക്കും. അത്ര പോപ്പുലർ ആയിട്ടില്ല, അതുകൊണ്ട് ലിറ്റററി ഫിക്ഷൻ ഇടാം. പോപ്പുലർ ആവേണ്ട ഒരു ബുക്കാണ് അത്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, ഇറ്റ്സ് എ ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് പ്രായമുള്ള രണ്ടുപേരുടെ ലവ് സ്റ്റോറിയാണ്. രണ്ടുപേരും രണ്ട് ജാതി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെ? അവര് രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് ഓർമ്മയില്ല. സ്ത്രീകൾ അല്ലെ? അവരുടെ പേര് അല്ല, മറ്റേവരും അല്ല, രണ്ട് തട്ടിൽ നിൽക്കുന്നവരാണ്. അതിനകത്തൊരു ഒരു സീന് ശരിക്കും പറഞ്ഞാൽ ഒരു കൊലപാതകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ഒരു ശവം കാണുന്നതിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. പക്ഷേ കഥ വേറെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. നല്ല രസമാണ്. അതിൽ സെക്കൻഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ എങ്ങാണ്ട് ഒരു പോലീസ് നായുടെ പുറകെ ഒരു ഓട്ടം ഉണ്ട്, നാട്ടുകാർ മൊത്തം. ആ നാട് നമുക്കങ്ങ് പരിചയത്തിലാവും. ജല്ലിക്കെട്ടിൽ ഇതുപോലൊരു സീക്വൻസ് ഉണ്ട്. പക്ഷെ അതിന് ജല്ലിക്കെട്ടിൽ നമ്മൾ പതുക്കെ ആ ഗ്രാമത്തിനകത്തൂടെ പോകുമ്പോൾ ഓരോ ഗ്രാമത്തിലെ ആളുകളെ ഇങ്ങനെ പതുക്കെ പരിചയപ്പെട്ട് വരുന്നില്ലേ ക്ലോക്കിന്റെ ടൈമില്? അതുപോലെ മറ്റേ ആ ഒരു ഇതിലങ്ങനെയല്ല. ഇതിൽ ഓരോ സ്ഥലത്ത് ചെല്ലുന്തോറും അവിടുത്തെ ആളുകളെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും, ഈവൻ ഒരു സിനിമാ തിയേറ്ററിനകത്ത് 2 മൂട്ടകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ
വളരെ ഹ്യൂമറസ് ആണ്, നല്ല നല്ല രസമാണ് പുള്ളിയുടെ എഴുത്ത്. ഒരു ഇച്ചിരി എന്താ പറയാ അഡൽട്ട് കണ്ടന്റ് ഉണ്ട്, എങ്കിലും വായിച്ചിരിക്കാൻ പക്ഷെ പറ്റുന്ന ഒരു കുത്തിക്കേറ്റല്ല, പുസ്തകം. ഓർഗാനിക് അങ്ങനെ ആണ്, ഓർഗാനിക് കണ്ടന്റ് ആണ്. ആണ്, ഓർഗാനിക് ആണ്. പക്ഷെ നൈസാണ്, നല്ല നല്ല പുസ്തകമാണ്. ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ കൊലക്കേസ് ഒന്ന് അന്വേഷിച്ച് മറ്റേ ഇത് വിചാരിച്ച് പോകരുത്, ഇത് ക്രൈം ത്രില്ലർ ഒന്നുമല്ല. ഇറ്റ്സ് എന്താ പറയുക, ഇറ്റ്സ് എ റൊമാൻറ്റിക് നോവൽ. ഇറ്റ്സ് വെരി ഫീൽ ഗുഡ് എന്ന് ഞാൻ പറയില്ല. ഇറ്റ്സ് എ ഇതില് ഗുഡ് ബുക്ക്. ഇതിലൊരു ഈ സ്ത്രീയുടെ ഒരു വല്യമ്മ ഒറ്റയുണ്ട്, വല്യമ്മ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, പഴയൊരു ആ ഒരു ലവ് സ്റ്റോറിയും കൂടെ ഉണ്ട്. അവരൊരു തമിഴ് പയ്യനെ ഇഷ്ടപ്പെടുന്ന ഒരു കഥയും കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഒരു ഇതിൻ്റെ അകത്ത് ഇവരൊരു കളരിയോ ഗുണ്ടകളാണ് ഫാമിലി ശരിക്കും. അതാണ് അതില് അതാണ് പ്രശ്നം. കാശിന് തല്ലുന്നവരാണ്. അപ്പൊ അതിലൊരു അമ്മൂമ്മ, ഇവരൊരു ബ്രദറിന്റെ മകളെയാണ്, അതാണ് മെയിൻ ക്യാരക്ടർ. ഈ സ്ത്രീ ഈ ഡോക്ടറെ പ്രേമിക്കണേ. ഇവര് ഫസ്റ്റ് ഹസ്ബൻഡ് അബ്യൂസീവ് ആയിരുന്നു. ഇതില് വന്നിട്ട് ഈ അമ്മൂമ്മ വന്നിട്ട് ഈ അബ്യൂസീവ് ഹസ്ബൻഡിന് നല്ല കൂട്ടു കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു എന്താ പറയാ, യു നീഡ് സമ്മൺ ടു പ്രൊട്ടക്ട് യു. ആ കറക്റ്റ് ടൈമിൽ ഈ അമ്മൂമ്മ വന്ന് നല്ല പടം എടുത്തിട്ട് പറയും, ഇനി തല്ലിക്കഴിഞ്ഞ് നിന്നെ ശരിയാക്കും. അതോടെ അടി നിന്നു, എവറിത്തിങ് സ്റ്റോപ്സ്. അതോടെ കിട്ടണോ കിട്ടിക്കഴിഞ്ഞപ്പോ പുള്ളി നിർത്തി. അതൊരു നല്ല ഇതാണ്. അതുമാതിരി ഒരു നാടൻ പട്ടിയുണ്ട്, റോക്കിയോ ജാക്കിയോ അങ്ങനെ ഒരു നാടൻ പട്ടിയുണ്ട്. ഈ പോലീസ് നായായിട്ട് ഫ്രണ്ട്സ് ആവാൻ നോക്കുന്നതൊക്കെ അതിനൊരു മൈൻഡ് ചെയ്യാണ്ട് പോലീസ് നായ പോകുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നല്ല രസമുള്ള കഥയാ. എന്റെ ഒരു പേര് എന്താ, ഒരു പ്രത്യേക പേരായിരുന്നു ഈ ഗ്രാൻഡ് മദർ ക്യാരക്ടറിന്, ഈ ഗുണ്ട അമ്മൂമ്മയുടെ പേര് തീരെ മറന്നുപോയി. ചട്ടമ്പി ഫാമിലിയോ? ലുഞ്ചാമ്മച്ചി. ചട്ടമ്പി ഫാമിലിയാണ്. ചട്ടമ്പി ഫാമിലി ഫുൾ ചട്ടമ്പികളാണ്, മൊത്തം ചട്ടമ്പികളാണ്. നല്ല രസം. അവരുടെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്, അത് വെരി ബ്യൂട്ടിഫുൾ. ഞാനും ബുക്ക് എടുത്തത് ക്രൈം ത്രില്ലർ ആണെന്ന് വിചാരിച്ചിട്ടാണ്. അതില് ആ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാന്നേ ഉള്ളൂ, അതിന് ബാക്കി ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. വെരി വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. ഒരു ഗ്രാമത്തിന്റെ കഥ, ലാൻഡ്സ്കേപ്സ് ബ്യൂട്ടിഫുള്ളി ഇത് ചെയ്തെടുത്താണ്. ഇവരുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ചില കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ രസമാണ്. ഇവര് ഉമ്മ വെച്ചു കിസ് ചെയ്തു എന്നും കണ്ടൊരു കഥ അടിച്ചിറക്കുന്നതും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. ഇറ്റ്സ് റിയലി വർത്ത് എ റീഡാണ്. പോപ്പുലർ ആയില്ല എന്നുള്ളതിന് എനിക്ക് വിഷമമുണ്ട്. കുക്കു FM അവൈലബിൾ ആണ്. ഓക്കെ, കുക്കു FM ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഡെഫിനറ്റ്ലി അടുത്തത് ഞാനിപ്പോ മറ്റേ ഇത് തീർത്തോണ്ടിരിക്കുകയാണ്, വാരനാടൻ കഥകൾ. അത് കഴിഞ്ഞിട്ട് മറ്റേലോട്ട് കയറാം. കാളികണ്ടകി ഉണ്ട് കുക്കു FM. ആണല്ലേ? ഞാൻ അങ്ങനെ കേട്ടത്. ഫ്രാൻസിസ് നൊറോണയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഫ്രാൻസിസ് നൊറോണയുടെ വർത്ത് വായിക്കാൻ പറ്റിയൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു തൊട്ടപ്പൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ വായിച്ചില്ല. കൊള്ളാം. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മറ്റേ ബീച്ച്, അതായത് ഒരു കടലോര നിവാസികളുടെ കഥയാണ്. എനിക്ക് തോന്നുന്നത് മുക്കുവർ അങ്ങനെയൊക്കെ പറയാം. ആ ഒരു ക്യാരക്ടേഴ്സ് പലരും ആ റീജിയണുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. എനിക്ക് പെട്ടെന്ന് ടേം കിട്ടുന്നില്ല, അത് ആ ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഉണ്ട്. ആക്ച്വലി ഇതിൽ ഈ തൊട്ടപ്പൻ ശരിക്കും സിനിമയായിട്ടുണ്ട്. പിന്നെ വിനായകൻ നായകനായിട്ടൊരു പടം വന്നിട്ടുണ്ട്. എല്ലാ കഥകളും അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ട്വിസ്റ്റ് എൻഡിങ് ഉള്ള ടൈപ്പ് കഥകളാണ്. ഓക്കെ, മിക്കവാറും എല്ലാ കഥകളും. അതിൽ പെണ്ണാച്ചി എന്നൊരു കഥയുണ്ട്. ഇറ്റ്സ് ബിറ്റ് ഡിസ്കസ്റ്റിംഗ് ബട്ട് ഇറ്റ്സ് ഓൾസോ എ വെരി good story. I mean everything, I mean all the stories are really well written. ഈ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകം എടുത്തു, കാതുസൂത്രം എന്ന് പറഞ്ഞിട്ട്. അത് അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് തൊട്ടപ്പൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ്, വായിക്കാൻ കൊള്ളാവുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അഖിൽ കെയുടെ പുസ്തകം നീലച്ചടയൻ ഞാൻ ഇതേ ഒരു ജോണറിൽ പെടുത്തും. നീലച്ചടയൻ ആ സ്റ്റോറീസിൻ്റെ ഒരു സ്വഭാവം ഈ കഥകളുടെ ഈ അറ്റ്മോസ്ഫിയറിനുണ്ട്. അപ്പോൾ രണ്ടും എനിക്ക് ഒരേ ഗണത്തിൽ പെടുത്താനാണ് തോന്നിയത്. ആശരണരുടെ സുവിശേഷം എന്നുള്ള പുസ്തകം വായിച്ചു തുടങ്ങിയിരുന്നു, പക്ഷെ ഇത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. നോട്ട് ബിക്കോസ് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ടല്ല, വേറെ പുസ്തകങ്ങൾ വന്ന് നമുക്ക് ചിലത് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡോമിനേറ്റ് തരുന്നു എന്ന് തോന്നുന്ന പുസ്തകങ്ങളിലേക്ക് നമ്മൾ ചായുമല്ലോ. TBRൽ ഇരിപ്പുണ്ട്, ഇനി അതൊന്ന് എടുത്ത് പൊടിതട്ടി എടുക്കണം. ഈ ഫ്രാൻസിസ് നൊറോണ ഈ അടുത്തൊരു പുസ്തകം ഇറക്കിയായിരുന്നു, അതിൻ്റെ പേര് മാസ്റ്റർ പീസ് എന്നായിരുന്നു.
പുള്ളിക്ക് ഈ അടുത്തൊരു ബുക്ക് വന്നിരുന്നു, മുടിയറകൾ എന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞൊരു പുസ്തകം വന്നായിരുന്നു, ഒരു നോവലാണ്. ഒന്നുമില്ല, നമ്മുടെ പ്രസാധക ലോകത്തെ കളികളെ പറ്റിയിട്ടാണ് മൊത്തം. ഭയങ്കര സട്ടയറിക്കലായിട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാത്തിനെയും പിടിച്ച് താങ്ങിയിട്ടുണ്ട്. മറ്റേ നടുക്ക് വെടികൊണ്ട പുസ്തകം എന്നും മറ്റേ ചീട്ടുകളായിട്ട് വിടർത്തിയിട്ട പുസ്തകം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്കിട്ട് താങ്ങിയിട്ടുണ്ട് അതിനകത്ത്. താങ്ങിയതല്ല, ചിലപ്പോൾ അവരുടെ ഈ നടുക്ക് വെടികൊണ്ട പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാന്റെ മരണം കേർമീരയുടെ ബുക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വെടികുണ്ട കൊണ്ട ഒരു തുളച്ച ഒരു കോട്ടയുണ്ട്. പിന്നെ മറ്റേ ചീട്ടുകളായിട്ട് അടർത്തിയെടുക്കാവുന്ന പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഈ അവാർഡുകൾ, ലിറ്റററി അവാർഡുകളുടെ പുറകിലുള്ള പൊള്ളത്തരങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലിട്ട് താങ്ങിയിട്ടുണ്ട്. ഒരാൾ ഒരു പുസ്തകം എഴുതാൻ നോക്കുന്നതിനെ പറ്റിയാണ് കഥ. ഇതിന് ചെറിയൊരു വിവാദം ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിച്ചിരുന്നു. ഇത് കാരണം ഇദ്ദേഹത്തിന് ജോലി പോയിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എത്രത്തോളം സത്യമാണെന്നറിയില്ല, അതിൻ്റെ പിന്നിലുള്ള മാർക്കറ്റിംഗ് ടാക്ടിക് ആണോ എന്നറിയില്ല. പക്ഷേ ചിലരൊക്കെ ഇതിനെപ്പറ്റി റിവ്യൂ ഇട്ടിട്ടുണ്ട്. ചിലർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ റിജിത് പറമ്പിലൊക്കെ ഈ ബുക്കിനെ പറ്റി ഒരുപാട് സ്ഥലത്ത് മെൻഷൻ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. എന്റെ ബുക്കിന്റെ പേര് സോറി മാസ്റ്റർ പീസ്. സേവ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോ എനിത്തിങ് എൽസ് ടു മെൻഷൻ ഇൻ ദിസ്? കൂടെ മെൻഷൻ ചെയ്യണം. ജോണി മിറാൻഡ എന്ന് പറഞ്ഞിട്ടൊരു ഓഥറിന്റെ ഒരു ബുക്ക് ഞാൻ വായിച്ചു. എനിക്ക് അഗൈൻ നനഞ്ഞ മണ്ണടരുകൾ എന്ന് പറഞ്ഞിട്ട്, ഇതെനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. ആക്ച്വലി പല പുസ്തകങ്ങളും വായിച്ചു കഴിയുമ്പോൾ ചിലതൊക്കെ നമ്മൾ കഥ മറന്നുവെങ്കിലും ഇറ്റ് ഡസന്റ്, യു ഡോണ്ട് ഫർഗെറ്റ് ഹൗ യു മേഡ് ഫീലിംഗ് ഉണ്ടോ, ആ ഫീല് ബാക്കി നിൽക്കുന്ന ഒരു ബുക്കാണ്. വായിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. നമ്മള് 10-15 വർഷത്തെ ബുക്കുകളാണല്ലോ നമ്മളെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ഒരു ഓൾഡ് ലേഡി, അവർ മരണക്കിടക്കയിൽ നിന്ന് പറയുന്ന ഒരു കഥയാണിത്. അവരുടെ ബ്രദറിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഹൗ ഹീസ് എ പേട്രിയാർക്ക്, പക്ഷെ അയാൾ ഈ ഫാമിലിയെ ഫുൾ കൊണ്ടു നടന്നിരുന്നതും അതിൽ എവിടെയെങ്കിലും കുറച്ച് പലഹാരങ്ങളുടെ കഥയൊക്കെ പറയുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ എന്റെ ഓർമ്മയിൽ അതൊരു ലിറ്റററി ഫിക്ഷൻ ആണ്. ചെറിയൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ചെറിയൊരു മിസ്റ്ററി ഉണ്ട്. ഇയാളെ കുറിച്ച് കഥ പറയാമെന്നിട്ട് അപ്പുറത്തെ വീട്ടില് പെൺകുട്ടിയായിട്ടൊരു ചെറിയൊരു ലൈനോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കഥകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു 60s ഒരു ഗ്രാമത്തിൽ നടക്കുന്ന, ഒരു ചെറിയൊരു ടൗണിൽ നടക്കുന്ന ഒരു കഥ എന്ന് വിചാരിച്ചാൽ ഇപ്പൊ ആ ഫാമിലിയെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ഇതാണിത്. ഐ ഡോണ്ട് റിമെമ്പർ ദ സ്റ്റോറി എക്സാക്ട്ലി, ബട്ട് ഐ നോ ഇറ്റ് മെയ്ഡ് മീ ഫീൽ ഗുഡ് റീഡിങ്. അത് വായിച്ചു കഴിഞ്ഞിട്ട് ഇത് വായിച്ചിട്ട് കൊള്ളായിരുന്നു, നല്ലൊരു പുസ്തകം, വായിച്ച ഒരു സുഖം കിട്ടിയ ഒരു പുസ്തകത്തിൽ പെടുത്താവുന്നതാണ്. കഥയൊന്നും ഓർമ്മയില്ല, പക്ഷെ യു ഡോണ്ട് ഹാവ് ടു റിമെമ്പർ, അത്ര ഡീറ്റെയിൽസ് ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് വാസ് എ ഗുഡ് റീഡ് എന്ന് ഓർക്കാനായിട്ട്. അങ്ങനത്തെ ഒരു പുസ്തകമാണ്. You don't remember some people's faces, but you remember how they made you feel. അതെ, അതുപോലത്തെ ഒരു പുസ്തകമാണ്. നമ്മൾ ഈ പൊനം പിന്നെ ദാമിയന്റെ അതിഥികളൊക്കെ ഏത് അത് പോപ്പുലർ ഫിക്ഷൻ. ഓക്കെ, പോപ്പുലറായി എന്നൊരു തെറ്റുകൊണ്ട് മാത്രം പോപ്പുലർ ഫിക്ഷൻ. അല്ല, ഇതൊക്കെ എവിടെ ഇടണം ഒരു പ്രശ്നമാണ്. കാരണം അതൊരു കൺവെൻഷണൽ പോപ്പുലർ ഫിക്ഷൻ അല്ല. അപ്പൊ അൻവർ അബ്ദുള്ളയുടെ കാര്യം പറയുമ്പോൾ അതാണ്. പോനം എനിക്ക് ഡിഡ് നോട്ട് ഫിനിഷ് ആയിരുന്നു, പ്രൈമർലി ഫോർ ദ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ. പക്ഷെ കാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലാൻഡ്സ്കേപ്പ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ, നമുക്ക് ചില ജോണേഴ്സ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. വയലൻസ് അഗൈൻസ്റ്റ് വിമൻ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഇട്ടിക്കോര വായിച്ചു? ഇട്ടിക്കോരയിലെ വയലൻസ് ഒന്നും അല്ല, പൊനത്തിലെ വയലൻസ് അതൊക്കെ വേറെ റിയലിസ്റ്റിക് ആണ്. അതെ, അത് ശരിയാ. പൊനത്തിലെ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലോസർ ടു ഹോം. മറ്റേത് നമുക്കറിയാം, ഇത് എവിടേക്കോ അല്ലാതെ ആരുടെ ഇമാജിനേഷൻ. പൊനം വായിക്കുമ്പോൾ യു റിമേഴ്സ്ഡ് ഇൻ ഇറ്റ്, യു നോ ഇങ്ങനത്തെ ഒരു കാർഡുണ്ടാവാം, ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവാം, നമ്മളെ തോന്നിപ്പിക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നു പൊനത്തിൽ ആകെയുള്ളൊരു റിഡീമിങ് ഫീമെയിൽ ക്യാരക്ടർ ഇസ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട്. അതെ അതെ, സംശയമില്ല. ഷീ ഹാസ് ഹെർ ബൗണ്ടറീസ് എക്സ്പ്ലിസിറ്റ്ലി. അത് പറഞ്ഞ അവനോന്റെ സ്പേസും ഇതും ഒക്കെ എടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ അവര് മാത്രമേ ഉള്ളൂ. ബാക്കിയല്ലാതെ എന്താണ്? Anyway, we will dive down into Ponam in the next episode. അപ്പോൾ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം.
അപ്പോൾ താങ്ക് യു all for staying with us. This is Sandeep, Lekha, Anoop and Krishnakumar signing off. Take care.